മുങ്ങൽ വിദഗ്ധനായ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാനായി ചേരുന്ന മുങ്ങൽ വിദഗ്ധൻ ശ്രീ രതീഷ് ഡോൾഫിൻ ചേരുകയാണ്. രതീഷ്, ഈ 2 നോട്ട്, അതായത് ഈ അടിയൊഴുക്കിൻ്റെ യൂണിറ്റാണ് നോട്ട്. സാധാരണക്കാർക്ക് കൂടുതൽ മനസ്സിലാകാനാണ് അത് വിശദീകരിക്കുന്നത്. താങ്കൾക്ക് വളരെ പരിചിതമായിരിക്കും, താങ്കൾ കാരണം മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ 2 നോട്ടിന് പകരം 6 നോട്ടാണ് അവിടുത്തെ ഒഴുക്കിൻ്റെ. അത് 8 വരെ പലപ്പോഴും ഉയരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് പറയുന്നത്. സന്തോഷിന് അവിടുന്ന് ആധികാരികമായി ലഭിച്ച വിവരമാണ്, നേവി ഉദ്യോഗസ്ഥരടക്കം നിന്ന്. എന്താണ് ഈ 6 നോട്ട് അല്ലെങ്കിൽ 8 നോട്ട് അടിയൊഴുക്കുള്ളതിൻ്റെ പ്രതിസന്ധി? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. രതീഷ് ഡോൾഫിൻ. ഈ സ്വാഭാവികമായും നമ്മൾ ഒരു ഡൈവറെ നമ്മൾ പല വീഡിയോസും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ശാന്തമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡൈവ് ചെയ്ത് പോയി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ഇപ്പം നിലവിൽ യൂട്യൂബിലായാലും ഒക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് കൂടുതലും. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് 200 മീറ്റർ വീതിയിലുള്ള ഒരു പുഴയിൽ, അതും കടലിലേക്കാണ് ശക്തമായിട്ട് വെള്ളം ഒഴുകി പോകുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശക്തമായ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന ആ ജലത്തിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ശക്തി, അതിൻ്റെ തോതാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നോട്ടിൻ്റെ അനുസരിച്ചിട്ട് പറയുന്നത്. അപ്പോൾ മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സ്പീഡിലാണിത് ഒഴുകി പോകുന്നതെന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു അനുമാനമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു ഡൈവിങ് ടീമിനായാലും അല്ലെങ്കിൽ ഒരു നേവിയുടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡൈവിങ്ങിന് സ്കൂബ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരം കറണ്ടാണ്, അടിയൊഴുക്കാണ്. ശക്തമായ അടിയൊഴുക്കിലൊന്നും നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക, നമുക്കൊരു ശരിക്കും മെയിനായിട്ട് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ വെള്ളത്തിൻ്റെ എന്ന് വെച്ചാൽ കലങ്ങിയ വെള്ളമാണ്. നമുക്ക് വിസിബിലിറ്റി ഇല്ല. കാര്യം നമുക്ക് എൻ്റെ കൈ ഇങ്ങനെ തൊട്ടടുത്ത് വെച്ചാൽ പോലും കാണാൻ കഴിയാത്ത അത്ര കലങ്ങിയ ജലമാണ് നമുക്ക് ഈ ശക്തമായ ഒഴുക്കിലൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഡൈവിങ് ടീം എന്ന് വെച്ചാൽ വിസിബിലിറ്റി നോക്കിയിട്ടല്ല പല സ്ഥലത്തും നമ്മൾ ഈ പറയുന്നത് ചെയ്യുന്നത്. പക്ഷേ ശക്തമായ ഒഴുക്കെന്ന് പറയുന്നത് ഈ 2 നോട്ടിക്കലിന് മുകളിലോട്ട് 3 വരെ ആകാം. അതിന് ശേഷം അതിന് പുറത്തോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഡൈവർ അവിടെ ഈ ഓക്സിജൻ സിലിണ്ടറും മറ്റു ഉപകരണങ്ങളുമായി നമ്മൾ താഴേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്, അതിന് മുകളിലോട്ടുള്ള അടിയൊഴുക്കുകൾ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കാര്യം ഇപ്പം ഒരു ഡൈവറിനെ നമ്മൾ എന്താ പറയുക, ഓരോ ജീവനും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ നമ്മുടെ അർജുൻ്റെ ബന്ധു തന്നെ, അവിടെ എത്തിയ ബന്ധു തന്നെ ഇന്ന് പല മാധ്യമങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ, ഇനി ഒരാൾക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരു അപകടം സംഭവിക്കുന്നതിലേക്ക് പോകാതെ നോക്കണം, അത് ബന്ധുക്കളെ അറിയിക്കാം എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇനി ചോദിക്കുന്നത് അപക്വതയാണെന്ന് വിചാരിക്കരുത്. ഈ അർജുനെ ലഭിക്കാനുള്ളതിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ചോദിക്കുന്നത്. ഈ 6 നോട്ടുണ്ട് ഒഴുക്ക് അല്ലെങ്കിൽ 8 നോട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് ഫിസിക്കലി കായികമായി നേരിട്ട് പോയി ഈ ട്രക്കിൻ്റെ ക്യാബിൻ തുറക്കാനുള്ള സംവിധാനം ഏതെങ്കിലും ഉണ്ടോ? അല്ല, അതിനകത്ത് പ്രധാനമായും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ അത് കൃത്യമായി നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമേ നമുക്ക് അവിടുത്തെ ഈ പറയുന്ന ഈ ഒഴുക്കിൻ്റെ സാന്നിധ്യവും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഡൈവറെ നമുക്ക് ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റില്ല. അതിന് കൃത്യമായ ഒരു സ്ഥലം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മൾ ഡൈവറിനെ നമുക്ക് വിടാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ 2 അല്ല 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരാളെ ഇറക്കി വിടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രക്ക് കിടക്കുന്നതിനോടൊപ്പം തന്നെ ചിലപ്പം ഈ മണ്ണിടിച്ചില് അതേപോലെ തന്നെ അവിടെ നിന്ന മരങ്ങളും എല്ലാം ഇതിനിടയിലേക്ക് ഈ സൈഡിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു, ചിലപ്പോൾ മേ ബി. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഡൈവർ ഇത്ര ഒഴുക്കുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ അദ്ദേഹം ഇതിനകത്ത് കുരുങ്ങി അപകടം എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഒരു ഡൈവറിനെ നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു ഡൈവർ ഇല്ലേ സ്കൂബ ടീമിൻ്റെ ഒരു അംഗമില്ല അദ്ദേഹം ആക്കിയെടുക്കണമെങ്കിൽ മാസങ്ങളോളം ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം ഒരു എക്സ്പെർട്ടായിട്ട് ആക്കിയെടുക്കുന്നതിന് സർക്കാരിന് തന്നെ ഒരു സംവിധാനങ്ങളും അത്രത്തോളം ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.